മാസത്തിന് ശേഷം നിങ്ങൾ എല്ലാവരും ചോദിച്ച മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയ ഹോസ്റ്റൽ റൂം ടൂറാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. സോ രാജരാജേശ്വരിയുടെ ഹോസ്റ്റൽ റൂം ടൂറിലോട്ട് സ്വാഗതം. സോ നമ്മുടെ റൂമിൻ്റെ നമ്പർ തന്നെ 603 ആണ്. പിന്നെ നമ്മുടെ റൂമിൽ നമ്മൾ 4 മെമ്പേഴ്സാണ് ഉള്ളത്. സോ നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് ഒരു 4 ബട്ടർഫ്ലൈസ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ റൂമിലോട്ട് പോകാം. സോ നമ്മുടെ റൂമിലോട്ട് കയറുമ്പം നേരെ കാണുന്ന വ്യൂ ആണിത്. അതായത് നമ്മുടെ റൂമിൻ്റെ തന്നെ മൊത്തത്തിലൊരു ഔട്ട്ലുക്കാണിത്. സോ നമ്മളിപ്പോൾ കുറച്ച് ലൈറ്റൊക്കെ പിടിപ്പിച്ചുകൊണ്ട് കുറച്ച് കളർഫുള്ളാണ് ഇപ്പോൾ നമ്മുടെ റൂം കാണാൻ. സോ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം തന്നെ കാണുന്നതാണ് കോളേജ് ഐ ഡി കാർഡ് ഇല്ലാണ്ട് നമുക്ക് ക്യാമ്പസിൽ കയറാനേ പറ്റില്ല. സോ നമ്മൾ അത് ഓർക്കാൻ വേണ്ടി ആണ് നമ്മൾ കറക്റ്റ് കോളേജിലോട്ട് ഇറങ്ങി പോകുമ്പോഴേ ഇത് ഓർക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ റൂം കീ, കാരണം സെക്യൂരിറ്റി ഇഷ്യൂസ് കാരണം നമ്മൾ റൂമൊക്കെ പൊട്ടിയിട്ടിട്ടാണ് പോണത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഫാൻ, ലൈറ്റ്, സ്വിച്ച് ബോർഡ് അതൊക്കെ ഉണ്ട്. പിന്നെ കലണ്ടർ. പിന്നെ ഇത് എൻ്റെ ഒരു റൂംമേറ്റിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ കൊടുത്തൊരു ഗിഫ്റ്റാണ്. സോ അതിവിടെ ഉണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ നമ്മുടെ യൂണിഫോംസ്. ഇതിപ്പോൾ നമ്മൾ കോളേജിൽ റെഗുലർ ക്ലാസ്സിന് പോകുമ്പോൾ നമുക്ക് പിങ്ക് യൂണിഫോമാണ്. സോ ക്ലിനിക്കിൽ നമുക്ക് വൈറ്റ്. സോ അതാണ് ഇങ്ങനെ രണ്ടെണ്ണം. സോ അവിടെ നിന്ന് നേരെ നമ്മൾ ഈ സൈഡിലോട്ട് വരുമ്പം ഇവിടെയാണ് യൂഷ്വലി നമ്മൾ എല്ലാവരുടെയും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്ഥലം. അതിൻ്റെ എല്ലാം തന്നെ ഇവിടെ കാണാനുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് വേറെ സ്പോട്ടൊക്കെ കിട്ടി, അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ചാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ 2 കബേർഡ്സ് ആണ്. ഇപ്പോൾ നമ്മുടെ റൂമിൽ ഓൾറെഡി 4 മെമ്പേഴ്സ് ആണുള്ളത്. സോ നമുക്ക് യൂഷ്വലി ഒരു 3 കബേർഡ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒക്കെ ഉള്ളത് വളരെയധികം നിഗൂഢമായ 2 കബേർഡുകളാണ്. ഇതും ഇതിൻ്റെ ആൾക്കാരെയും ഞാൻ പിന്നീട് ഒരു വ്ളോഗിൽ സെപ്പറേറ്റ് ആയി കാണിക്കാം. സോ നിങ്ങൾക്ക് വാട്ട്സ് ഇൻ മൈ കബേർഡ് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ മണ്ടിയിൽ ഓഫ്കോഴ്സ് ബുക്സ്, നഴ്സിംഗ് പിള്ളേർക്ക് ഒരു മല പോലെ ബുക്സ് ഉണ്ടാവും. സോ അതാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. കുറച്ച് ന്യൂസ് പേപ്പേഴ്സ്, ഫയൽസ്, പിന്നെ ബണ്ടിൽസ്. ഞാൻ എൻ്റെ ബിഗിനറിന് എന്താണ് പ്രധാനപ്പെട്ട ഒരു കോളേജിൽ വരുമ്പം വേണ്ടതെന്ന് പറഞ്ഞതിൽ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞതാണ് ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ്. സോ A4 ഷീറ്റ് ഇസ് മസ്റ്റ്. സോ ഇതൊക്കെയാണ് ഇവിടെ യൂഷ്വലി ഉള്ള സാധനങ്ങൾ. നമുക്ക് അടുത്ത സൈഡിലോട്ട് പോകാം. സോ ഈ സൈഡിലോട്ട് വരുമ്പം നമുക്കൊരു വലിയ മിററിന് വേണ്ടി നമ്മൾ ഇത് വാങ്ങി ഒട്ടിച്ചതാണ്. പക്ഷെ അത് ഇച്ചിരി ഫേക്ക് ആയിപ്പോയി. സം മീഷോ പ്രൊഡക്ട്സ്. പിന്നെ മണ്ടയിൽ മാതാവ്, കുറച്ച് രൂപങ്ങൾ, കുറച്ച് പ്രാർത്ഥനയ്ക്കൊക്കെ വേണ്ടി. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ബാംഗ്ലൂർ വന്നിട്ട് ഏതോ ഒരു ഓശാനിക്ക് നമ്മൾ ലീവിന് നാട്ടിൽ വിട്ടില്ല. സോ ഇവിടുത്തെ പള്ളിയിൽ നിന്ന് നമ്മൾ ഓശാനിക്ക് പോയ ഓലയാണ്. സോ അതിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ഈ ഇത് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബാത്റൂം. പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല. പിന്നെ ഇവിടെ ഇതേപോലെ ഒരു സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടി അതിൽ നമ്മുടെ കുട, തോർത്ത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വെക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്. പിന്നെ ഇതാണ് നമുക്ക് നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് നേരെയുള്ള വ്യൂ. അത്യാവശ്യം ഈ ഏരിയ മൊത്തം കവർ ചെയ്യുന്ന ഒരു വലിയൊരു വിൻഡോ ആണ് നമുക്കുള്ളത്. പക്ഷേ നല്ലതാണ്. സോ നമ്മൾ ഇവിടെ കസേരയിട്ടിരിക്കണമെന്ന് പറയുമ്പോൾ വൈകുന്നേരം വെറുതെ സൺസെറ്റ് ഒക്കെ ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരുന്ന് കാണും. ചായയൊക്കെ കുടിക്കണതൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ്. സോ അതിനാണ് നമ്മൾ ഇത്രയും ലോങ് വിൻഡോ ഇവിടെ തന്നിരിക്കുന്നത്. ഈ വലിയ വിൻഡോയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ 2 കട്ടിലാണുള്ളത്. സോ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ ആദ്യമായി ഇട്ട ഒരു വീഡിയോയിൽ വാട്ട്സ് ഇൻ മൈ ബാഗ് മറ്റേ പെട്ടി എന്ന് പറഞ്ഞ ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുള്ള നമ്മുടെ ഫുഡ് ബോക്സ് ആണ്. പക്ഷെ ഇപ്പം ഫുഡൊക്കെ കുറവാണ്. അതിനകത്ത് കുറേ ആക്രി സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഇവിടെ കുറച്ച് കപ്പ്, ലൈറ്റ്, കുറച്ച് ഫുഡ് ഐറ്റംസ്, ഇതെല്ലാം ചാർജർ, ഫോൺ ചാർജർ, അതെല്ലാം ഇവിടെ വെക്കണത്. ഹോട്ട് ബാഗ്. പിന്നെ ഇതിൻ്റെ അകത്തും കുറച്ച് അല്ലാതെ ചില്ലറ ഫുഡൊക്കെയാണ്. പിന്നെ ഇത് നമ്മുടെ ഫുഡ് ബോക്സ് ആണ്. നമ്മൾ പോസ്റ്റിങ്ങിന് പോകുമ്പോൾ ഫുഡ് കൊണ്ടുപോകണത് അതിൻ്റെ അകത്താണ്. അതുകൊണ്ടാണ് അത് പുറത്ത് എപ്പോഴും ഇരിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. സോ ഇവിടെ നമ്മുടെ റൂമിൽ 2 ആൾക്കാരാണ് കിടക്കുന്നത്. സോ ഇവിടെ അയോ ആണ് കിടക്കുന്നത്, ഇവിടെ അന്മേരി. സോ അവരുടെ ബെഡാണിത്. ഇവിടെയാണ് ജിയ കിടക്കുന്നത്. പിന്നെ ഇതാണ് എൻ്റെ ബെഡ്. ഞാൻ ഇവിടെയാണ് കിടക്കുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ പോലെ ഉള്ള ബെഡ് സാധനങ്ങൾ അതൊക്കെ ഉള്ളൂ. പിന്നെ ഇതാണ് എൻ്റെ കബേർഡ്. ഞാൻ പറഞ്ഞല്ലോ 3 കബേർഡാണ് നമുക്ക് ടോട്ടലുള്ളത്. അവിടെ 1 2 ഇവിടെയാണ് ഒരെണ്ണം വെച്ചിരിക്കുന്നത്.
ഇതിൻ്റെ മണ്ടയിൽ 2 വെള്ളം കുപ്പി, പിന്നെ പണ്ട് ഞങ്ങൾക്ക് ഒരു മീൻ ഉണ്ടായിരുന്നു, അത് മെച്ചുപോയി. അപ്പോൾ അതിൻ്റെ ഓർമ്മയിൽ അതിൻ്റെ കല്ലുകളും കുപ്പിയും നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ കുറേ വർഷങ്ങളായുള്ള ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ തൊപ്പികൾ, അത് നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് കളയാതെ. പിന്നെ ഇവിടെ എല്ലാം ഞാൻ ഡെയിലി ഇടുന്ന ക്ലിനിക്കൽ ഷൂ, ചപ്പൽസ്, ഇതൊക്കെ തന്നെയാണുള്ളത്. ഇതാണ് നമ്മുടെ റൂമിലെ ഏറ്റവും സുപ്രധാനമായ ഭാഗം എന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ സമ്പാദ്യം. എന്തിനാണെന്നറിയില്ല, ഞങ്ങൾ ശരിക്കും ഈ റൂമിൽ 4 പേരേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഒരുപാട് ലഗേജ് ഉണ്ട്. നമ്മൾ വന്നപ്പോൾ ഒരു 4 പെട്ടിയാണെങ്കിലും പോകുമ്പോൾ ഇപ്പോൾ ഒരു 8 പെട്ടിയായിട്ടാണ് തിരിച്ചു പോകേണ്ട അവസ്ഥ. സോ ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ട്രാവൽ ബാഗ്, ട്രോളി, ചെറിയ ബാഗ്, വലിയ ബാഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ ലിസ്റ്റ് ഓഫ് കളക്ഷൻസ്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ബാഗ്. അഫ്കോഴ്സ് കമ്മ്യൂണിറ്റിക്ക് നമുക്ക് പോകണം, അതുകൊണ്ടാണ് ഈ ബാഗും സാധനങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ എന്താണെന്നുള്ളത് വളരെ വലിയ കാര്യങ്ങളൊക്കെയാണ്, പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കാനൊന്നുമില്ല. സോ ഇവിടെയാണ് നമ്മൾ ഇപ്പോൾ ബെഡിൻ്റെ അടിയിലാണ് നമ്മൾ ലഗേജ് വെക്കുന്നതെങ്കിൽ ഫുള്ള് ഡേർട്ടിയായി, ഫുള്ള് ഡാമേജ് ആകും. അതുകൊണ്ട് നമുക്ക് വാർഡൻ സ്പെഷ്യലായിട്ട് ഒരു കട്ടിൽ തന്ന് അവിടെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുന്നത്. സോ ഇത് ആക്ച്വലി ഒരു യൂസ്ഫുൾ ആണ്. കുറേ ഉണ്ട്, പക്ഷേ കുറച്ച് വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇതുള്ളത് കൊണ്ട് യൂസ്ഫുൾ ആണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്. ഇതൊക്കെയാണ് യൂഷ്വലി മൊത്തത്തിലുള്ളൊരു റൂം ടൂർ എന്ന് പറയുന്നത്. സോ ഇതൊക്കെയുള്ളൂ നമ്മുടെ റൂം ടൂർ. ആക്ച്വലി കുറേ പേര് ചോദിച്ചു. പിന്നെ ഇപ്പം ഈ കോളേജിലോട്ട് പുതുതായിട്ട് വരുന്ന പിള്ളേർക്കായാലും ആക്ച്വലി ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഇത് ഇട്ടത് തന്നെ. സോ ഈ കുട്ടി റൂം ടൂർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ 4 ചുമരുകൾക്കുള്ളിൽ പ്രത്യേകിച്ചൊന്നും എനിക്ക് കാണിക്കാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡിലേ ആയത് ഈ വീഡിയോ ഇടാൻ വേണ്ടി തന്നെ. ഇങ്ങനെ ആലോചിച്ച് എന്താണ് ഈ റൂം ടൂറിൽ വെറൈറ്റി കൊണ്ടുവരാന്നുള്ളത്. പക്ഷെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സോ ഇതേപോലത്തെ എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് കൂടുതൽ കാണാൻ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. സോ ആ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ടിൽ ദെൻ നെക്സ്റ്റ് വീഡിയോ, ബൈ. സെറ്റ്. അയ്യോ, ഇനി പോയില്ല, ഇനി ചെറിയ ഒരു സർപ്രൈസ് ഉണ്ട്. സോ എന്തായാലും നിങ്ങൾ ഇത്രയ്ക്കൊക്കെ എൻ്റെ റൂം ടൂർ കണ്ടിരുന്നല്ലോ. സോ നമുക്കിവിടെ ഫൈനൽ മൊത്തത്തിലൊരു റൂം ടൂർ എന്താണെന്ന് കാണാം. ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട് അതിനിടയ്ക്ക്. വെയിറ്റ് ആൻഡ് വാച്ച്. അങ്ങനെ വലിയ സർപ്രൈസ് ഒന്നുമില്ല, പക്ഷെ എന്നാലും കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് റൂം ടൂർ ചെയ്യാമോ എന്ന് ചോദിച്ചു. പിന്നെ ഹോസ്റ്റൽ റൂമുകൾ കാണാൻ പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കുമല്ലോ. അപ്പം നമ്മൾ എന്തായാലും ഒരു കുട്ടി റൂം ടൂറൊക്കെ സെറ്റാക്കി കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ റൂമിൽ ലൈറ്റ് ഉള്ളപ്പോഴും ലൈറ്റ് ഇല്ലാത്തപ്പോഴുള്ള ലുക്ക്. എൻ്റെ അടുത്ത് ഹോസ്റ്റലിലെ റൂം ടൂർ ചോദിച്ച പോലെ തന്നെ ഹോസ്റ്റൽ ടൂറും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ വീഡിയോയിലൂടെ നമ്മുടെ ഒരു കുട്ടി ഹോസ്റ്റൽ ടൂറും കൂടെ കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ കോളേജ് എന്ന് പറയുന്നത് ബാംഗ്ലൂരിൻ്റെ കെങ്കേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. രാജരാജേശ്വരി കോളേജാണ് നമ്മുടെ കോളേജിൻ്റെ പേര്. സോ ഇവിടുത്തെ നമ്മുടെ കോളേജിൻ്റെ തൊട്ട് മണ്ടയിലുള്ള 3 നിലകളിലായിട്ടാണ് ഹോസ്റ്റൽ ഉള്ളത്. സംഭവം കുറച്ച് പഴയ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിലും നമുക്കൊരു കുട്ടി ലിഫ്റ്റൊക്കെ എന്തായാലും ഹോസ്റ്റലിലുണ്ട്. അതുകൊണ്ട് നമുക്ക് മണ്ടയ്ക്ക് പോകാനും വരാനും കുറച്ചൊക്കെ എളുപ്പമാണ്. ഈ ഹോസ്റ്റലിൽ ലിഫ്റ്റും കൂടി ഇല്ലായിരുന്നെങ്കിൽ കാര്യങ്ങൾ മൊത്തത്തിൽ അപ്സെറ്റായിനെ. ലിഫ്റ്റ് ഇറങ്ങി 5th ഫ്ലോറിലാണ് എൻ്റെ റൂമുള്ളത്. നമ്മൾ നേരെ ചെല്ലുമ്പോൾ കാണുന്നത് ടിവിയും പിന്നെ ഇരിക്കാനുള്ള ഒരു സ്പേസും കൂടെയാണ്. ഈ ടി.വി വല്ല കാലത്തെ നമ്മൾ ഓണാക്കാറൊക്കെ ഉള്ളൂ. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പം ഒരു പ്യൂരിഫയർ ഉണ്ട്. പിന്നെ നേരെ ഒട്ടുനീളെയുള്ള റൂംസാണ്. ഓരോ റൂമിൽ കയറാനുള്ള പെർമിഷൻ നമുക്കില്ലല്ലോ. നമ്മുടെ ഹോസ്റ്റലിൽ എല്ലാ ഫ്ലോറിലും ഇതേപോലത്തെ വലിയ ലോങ് മിറേഴ്സ് ഉണ്ട്. ആക്ച്വലി ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇപ്പം നമ്മൾ റെഡി ആയിട്ടോ അല്ലെങ്കിൽ കോളേജിൽ പോകാനോ ഇറങ്ങി നിന്ന് കഴിയുമ്പോൾ ഇവിടെ വന്നൊരു ഫിറ്റൊക്കെ നോക്കാൻ വേണ്ടി അടിപൊളിയാണ് കേസ്. ഇനി അവിടെ നിന്ന് നടന്ന നേരെ നമ്മുടെ റൂമിലോട്ട് എത്തും. അങ്ങനെ എൻ്റെ ഈ കുട്ടി റൂം ടൂറും ഹോസ്റ്റൽ വീഡിയോയ്ക്ക് ഇവിടെ കൊണ്ട് തീരുവാണ്. സോ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള വീഡിയോസ് കമൻറ്റ് ചെയ്താൽ മതി. സോ സെറ്റ്.